ഇന്നത്തെ നമ്മുടെ അതിഥി മറ്റാരുമല്ല, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി യൂണിയൻ ചെയർപേഴ്സണായ ഷിഫാന പി.കെ ആണ് നമുക്കൊപ്പം എത്തിയിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഷിഫാനയുടെ വിശേഷങ്ങൾ അറിയാം. ഷിഫാന, ഗുഡ് മോർണിംഗ്, സ്വാഗതം ഹലോ മലയാളത്തിലേക്ക്. ഗുഡ് മോർണിംഗ് ഷിഫാന, ആദ്യം തന്നെ അഭിനന്ദനങ്ങൾ. താങ്ക് യു. എങ്ങനെയുണ്ട് പുതിയ ചുമതല, പുതിയ ഉത്തരവാദിത്തം? ഒരു ചരിത്ര മുഹൂർത്തത്തിലാണ്. അതെ. ഈ പുതിയ ഉത്തരവാദിത്തത്തെ എങ്ങനെയാ നോക്കിക്കാണുന്നേ? ആദ്യം തന്നെ ഞാൻ ഈ വോട്ട് ചെയ്ത എല്ലാ യുഎസിമാർക്കും പിന്നെ ഇലക്ഷനെ വളരെ സഹായിച്ച ആദ്യം തന്നെ അതിനുള്ള നന്ദിയാണ് ഞാൻ രേഖപ്പെടുത്തുന്നത്. എനിക്ക് അവസരം നൽകിയ പാർട്ടിയോടും നന്ദിയും കടപ്പാടും ഞാൻ ഈ അവസരത്തിൽ പറയാൻ ആഗ്രഹിക്കുകയാണ്. അതുപോലെ തന്നെ ഞാൻ ഈ എം എസ് എഫിൻ്റെ പ്രതിനിധിയായി MSF KSU സഖ്യമായിട്ടുള്ള UDSFിൻ്റെ പാനലിലാണ് ഞാൻ മത്സരിച്ചിട്ടുള്ളത്. MSFിൻ്റെ മാത്രം ഒരു ചെയർപേഴ്സൺ അല്ല ഞാൻ എന്ന രീതിയിൽ UDSFിൻ്റെ ചെയർപേഴ്സൺ സ്ഥാനാർത്ഥിയായിട്ടാണ് ഞാൻ മത്സരിച്ചിട്ടുള്ളത്. അതേപോലെ തന്നെ എൻ്റെ പാർട്ടി എന്നോട് പറഞ്ഞിട്ടുള്ളത്, മത്സരിച്ച് വിജയിക്കുന്നതോടുകൂടി കാലിക്കറ്റ് സർവകലാശാലയുടെ മുഴുവൻ വിദ്യാർത്ഥികളുടെ പ്രതിനിധിയാവുക കൂടിയാണ് ഞാൻ ചെയ്യുന്നത്. കാലിക്കറ്റ് സർവകലാശാലയിലെ മുഴുവൻ വിദ്യാർത്ഥികളുടെ ചെയർപേഴ്സണാണ് ഷിഫാന പി.കെ എന്നാണ് എൻ്റെ പ്രസിഡന്റ് PK നവാസ് എന്നോട് പറഞ്ഞിട്ടുള്ളത്. അതേപോലെ തന്നെ എൻ്റെ ഉത്തരവാദിത്തം എന്ന് പറയുന്നത് കേവലം MSF KSU വിദ്യാർത്ഥികൾ മാത്രം എന്നല്ല, ഒരു ജനാധിപത്യ മുന്നണി രീതിയിലുള്ള ഇലക്ഷനാണ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി കഴിഞ്ഞ ദിവസങ്ങളിൽ കഴിഞ്ഞിട്ടുള്ളത്. അതിൽ നിലനിന്നിട്ടുള്ള SFIയുടെ പ്രതിനിധികളുടെ കൂടെ പ്രശ്നങ്ങൾ പരിഹരിക്കുക എന്നുള്ളതും എൻ്റെ ഉത്തരവാദിത്തമാണ്. ഞാനൊരു ഉത്തരവാദിത്തപ്പെട്ട ഒരു പോസ്റ്റിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. അപ്പോൾ അതിൽ ഒരു പരമാവധി കാര്യങ്ങളെല്ലാം നിർവഹിക്കണം. വളരെ മനോഹരമായിട്ടുള്ളൊരു യൂണിയൻ കാലഘട്ടം മുന്നോട്ട് കൊണ്ടുപോകാൻ ഞാൻ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട്. അങ്ങനെ തന്നെ നടക്കട്ടെ ഷിഫാന. ഇപ്പൊ നമ്മൾ പറയുന്ന പോലെ ചെയർപേഴ്സൺ സ്ഥാനത്തേക്ക് ഒരു 45 വർഷത്തിന് ശേഷമാണ് MSF എത്തുന്നത്. അതിനേക്കാൾ പ്രാധാന്യമുള്ളതാണ് MSF നേതാവായ ഒരു വനിതാ ചെയർപേഴ്സൺ സ്ഥാനത്തേക്ക് വരുന്നതും. അപ്പോൾ ഇങ്ങനെ ഒരു തിരഞ്ഞെടുപ്പിലൊക്കെ വിജയിച്ചു വരുമ്പോൾ വീട്ടിൽ നിന്നുള്ള പ്രതികരണമൊക്കെ എങ്ങനെയായിരുന്നു? എല്ലാവരും ഹാപ്പിയാണോ? ഹാപ്പിയാണ്. വീട്ടിൽ നിന്ന് കുഴപ്പമൊന്നുമില്ല, സന്തോഷമുണ്ട് അവർക്കൊക്കെ. കാരണം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ ഇങ്ങനെ 45 വർഷത്തിന് ശേഷമാണ് ഭയങ്കരമായിട്ട് സമൂഹത്തിലൊക്കെ പിന്നെ സോഷ്യൽ മീഡിയയിലൊക്കെ വളരെ സജീവമായിട്ട് നിൽക്കുമ്പോൾ പാരൻസിനൊക്കെ ഭയങ്കര ഒരു സന്തോഷമുണ്ട്. നമ്മുടെ എൻ്റെ മോളാണല്ലോ എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ടല്ലോ, ആ ഒരു സന്തോഷം അവർക്ക് അതിയായിട്ടുണ്ട്. ഷിഫാന, ഈ തിരഞ്ഞെടുപ്പിനൊക്കെ ശേഷമേ CH മുഹമ്മദ് കോയയുടെ ഫോട്ടോ ഉയർത്തിപ്പിടിച്ചുകൊണ്ടുള്ള ആ ചിത്രമൊക്കെ സമൂഹ മാധ്യമങ്ങളിൽ വൈറലായിരുന്നു. മലബാറിന്റെ വിദ്യാഭ്യാസ മുന്നേറ്റത്തിന് ഇടപെടലുകൾ നടത്തിയ മുസ്ലിം ലീഗ് നേതാവ് CH മുഹമ്മദ് കോയയെ നമ്മൾ ഈ ഘട്ടത്തിൽ ഓർമ്മിക്കാതെ പോകാനും പറ്റില്ല. അപ്പോൾ ഈ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി സ്ഥാപിക്കുന്നതിലടക്കം നിർണായക പങ്കുവഹിച്ച CHനെ എങ്ങനെയാണ് ഷിഫാന ഓർക്കുന്നത്? നിങ്ങളിപ്പോൾ ഇവിടെ പറഞ്ഞത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി സ്ഥാപിച്ച അല്ലെങ്കിൽ വിദ്യാഭ്യാസത്തിന് നേതൃത്വം നൽകിയ CH മുഹമ്മദ് കോയ സാഹിബിനെ കുറിച്ചാണ്. ഞാൻ CH മുഹമ്മദ് കോയ സാഹിബിനെ 2 രീതിയിലാണ് നോക്കിക്കാണുന്നത്. അതിൽ ഒന്ന് എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ പറയുന്ന പോലെ ടാൻജിബിൾ ആയിട്ടുള്ള മാറ്റങ്ങൾ കൊണ്ടുവന്ന വിദ്യാഭ്യാസത്തിന് പ്രാധാന്യം നൽകിയിട്ടുള്ള CH മുഹമ്മദ് കോയ സാഹിബ്. രണ്ടാമതായിട്ടുള്ള മറ്റൊന്ന് എന്താ വെച്ചാൽ, ഇൻടാൻജിബിൾ ആയിട്ടുള്ള ഒരു കാര്യം കൂടെ CH ചെയ്തിട്ടുണ്ട്. അതെന്താന്ന് വെച്ചാൽ, തൻ്റെ പിൻഗാമികളുടെ ഹൃദയത്തിലേക്ക് ഒരു ഫയർ അദ്ദേഹം കൊടുത്തിട്ടുണ്ട്. പിൻഗാമികളായിട്ട് വരുന്ന ആൾക്കാരുടെ ഹൃദയത്തിൽ ഒരു ഫയർ കൊടുത്തിട്ടുണ്ട്. എഡ്യൂക്കേഷൻ ഒരു വെപ്പണാണെന്ന് നിരന്തരം കാണിച്ചു കൊടുത്തൊരു മനുഷ്യനാണ് CH മുഹമ്മദ് കോയ സാഹിബ് എന്ന് പറയുന്നത്. അതിന് ഉദാഹരണം എന്ന് പറയുന്നത് കേരളത്തിലെ ഒട്ടുമിക്ക സർവകലാശാലകളുണ്ട്. അതിൽ നിന്ന് തുടങ്ങുകയാണെങ്കിൽ കാസർഗോഡുള്ള സെൻട്രൽ യൂണിവേഴ്സിറ്റി അഹമ്മദ് സാഹിബിൻ്റെതാണ്. അഹമ്മദ് സാഹിബ് CHന്റെ പിൻഗാമിയാണ്. അതേപോലെ തന്നെ കണ്ണൂർ സർവകലാശാല CHന്റെ പിൻഗാമിയായിട്ടുള്ള ET മുഹമ്മദ് ബഷീറിന്റെ സംഭാവനയാണ്. അതുപോലെ തന്നെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി സ്ഥാപിച്ചത് CH മുഹമ്മദ് കോയ സാഹിബാണ്. മലയാളം സർവകലാശാല സ്ഥാപിച്ചത് CHന്റെ പിൻഗാമിയായിട്ടുള്ള PK അബ്ദുറബ് സാഹിബ് മുസ്ലിം ലീഗിന്റെ സംഭാവനയായിട്ടാണ്. പിന്നെ അതേപോലെ തന്നെ കുസാറ്റ് സ്ഥാപിച്ചത് CH മുഹമ്മദ് കോയ സാഹിബാണ്. കുസാറ്റൊക്കെ കേവലം സർവകലാശാല മാത്രമല്ല, കുസാറ്റൊക്കെ സ്ഥാപിക്കുന്നതിൽ ഒരു
ചരിത്രമുണ്ട്, ഒരു കഥയുണ്ട് കുസാറ്റ് സ്ഥാപിക്കുന്നെന്ന് പറയുന്നത്. അതായത് മെസാഞ്ചുസെറ്റ് യൂണിവേഴ്സിറ്റി സന്ദർശിച്ചു വരുന്ന CH മുഹമ്മദ് കോയ സാഹിബ് ഇങ്ങനത്തെ ഒരു ടെക്നോളജിക്കൽ യൂണിവേഴ്സിറ്റി എൻ്റെ നാട്ടിലും വേണമെന്ന് പറഞ്ഞ് അതിയായ ആഗ്രഹത്തിൻ്റെ മേലിലാണ് അദ്ദേഹം കുസാറ്റ് എന്നുള്ള ആഗ്രഹത്തിന് തറക്കല്ലിടുന്നത്. കുസാറ്റ് എന്നുള്ള ആഗ്രഹം അദ്ദേഹത്തിന്റെ മനസ്സിൽ വരുന്നത് അപ്പോഴാണ്. അങ്ങനെയാണ് കുസാറ്റ് അദ്ദേഹം സ്ഥാപിക്കുന്നത്. പിന്നെ അതേപോലെ തന്നെ CH സർവകലാശാലകളും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും ഉണ്ടാക്കുക തീർച്ചയായും CH നമ്മുടെ യൂണിവേഴ്സിറ്റിയിലൊക്കെ നടത്തിയിരിക്കുന്ന ഒരു സ്വാധീനവും അദ്ദേഹത്തിന്റെ ഇടപെടലും ഒന്നും ഒരു കാലത്ത് നമുക്ക് ആർക്കും വിദ്യാഭ്യാസ മേഖലയ്ക്ക് അദ്ദേഹം നൽകിയിരിക്കുന്ന സംഭവം ഒരു കാലത്തും മറക്കാൻ പറ്റില്ല ഷിഫാന. ഞാൻ ഇനി വരുന്നത് ഈ മുസ്ലിം ലീഗിലെ സ്ത്രീ പ്രാതിനിധ്യമൊക്കെ സംബന്ധിച്ച് CPM അടക്കം ലീഗിനെ നിരന്തരം വിമർശിക്കുന്ന ഒരു സമയമുണ്ടായിരുന്നു ഷിഫാന. പക്ഷേ അതിൽ നിന്നൊക്കെ ലീഗ് ഒരുപാട് മാറ്റം ഉൾക്കൊള്ളുകയും നവീകരിക്കപ്പെടുകയും ഒക്കെ ചെയ്തു. MSFന്റെ നേതൃത്വത്തിലേക്ക് ഉൾപ്പെടെ വനിതകൾ കടന്നു വന്നു. ഇപ്പോൾ നജ്മ തബ്ഷിറയാണെങ്കിലും ഫാത്തിമ തഹ്ലി ആണെങ്കിലും അങ്ങനെ ഒട്ടേറെ പേര് നമുക്ക് പേരെടുത്ത് പറയാനുണ്ട്. ഭാവിയിൽ രാഷ്ട്രീയ പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ഒരു പദ്ധതി ഷിഫാനയ്ക്കുണ്ടോ ഇപ്പോഴേ? തീർച്ചയായും ഞങ്ങൾ മുസ്ലിം ലീഗ് പാർട്ടിയെ സംബന്ധിച്ച് അതത് സമയത്ത് ഉചിതമായ തീരുമാനമെടുക്കാൻ അഭിമന്യനായ സാദിഖ് അലി ശിഹാബ് തങ്ങൾ ഞങ്ങളുടെ നേതൃത്വത്തിൽ ഈ പാർട്ടിക്ക് ഇന്ന് പ്രാപ്തിയുണ്ട് ഒരു തീരുമാനമെടുക്കാൻ. അതിൽ CPMന്റെ ഉപദേശമോ അവരുടെ ചോദ്യമോ കേട്ടല്ല ലീഗ് ഒരു തീരുമാനമെടുക്കുന്നത്. സ്വാഭാവികമായും മുന്നോട്ടുള്ള ഗമനത്തിൽ പാർട്ടിക്ക് ആവശ്യമായ മാറ്റങ്ങൾ വരുത്തി. അങ്ങനെ മാറ്റങ്ങൾ സംഭവിക്കാറുണ്ട് പാർട്ടിയിൽ. ഇപ്പോൾ തന്നെ നമുക്കറിയാലോ, കേരളത്തിലെ ഏറ്റവും വലിയ രാഷ്ട്രീയ പാർട്ടിയായിട്ട് ലീഗ് മുന്നോട്ട് കടന്നു വരികയാണ്. ആദ്യമായിട്ട് 3 വിദ്യാർത്ഥി നേതാക്കളെ നമ്മുടെ സംസ്ഥാന കമ്മിറ്റി പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നു 2023 ജൂണിൽ. അതിലാദ്യം അഡ്വക്കേറ്റ് റുമൈസ റഫീഖ്, അഡ്വക്കേറ്റ് തൊഹാനി, ആയിഷ ബാനു എന്നീ 3 പേരെ ലീഗ് ആദ്യമായിട്ട് സംസ്ഥാന കമ്മിറ്റിയിലേക്ക് പ്രഖ്യാപിച്ചിട്ടുണ്ട്. എന്നിട്ട് അതിന്റെ ഭാഗമായിട്ട് മെമ്പർഷിപ്പ് ക്യാമ്പയിൻ സർക്കുലർ എത്തുകയും ജില്ലകളിലെ മെമ്പർഷിപ്പ് ക്യാമ്പയിൻ പെൺകുട്ടികൾക്കാണ് പ്രാതിനിധ്യം കൊടുത്തിട്ടുള്ളത്. ജില്ലാ ഭാരവാഹിയായി പെൺകുട്ടികളാണ് ആദ്യം തന്നെ ഞങ്ങൾ പ്രധാനമായിട്ട് കണ്ടിട്ടുള്ളത്. അതേപോലെ തന്നെ പിന്നെ എടുത്തു പറയേണ്ടത്, നിങ്ങൾ പറഞ്ഞിട്ടുണ്ടല്ലോ അവരൊക്കെ ഞങ്ങളുടെ യൂത്ത് ലീഗിന്റെ ഭാരവാഹികളാണ്. ഇപ്പൊ ലീഗിനകത്ത് ജയന്തി രാജന്, ഫാത്തിമ മുസാഫിർ അടക്കം ഭാരവാഹികളുണ്ട്. ശരി ശരി ഷിഫാന. അതേപോലെ തന്നെ ഞങ്ങളുടെ അഭിപ്രായം പറഞ്ഞു. ഓക്കെ, അപ്പോൾ എനിക്കറിയാം ഇപ്പോൾ ഷിഫാന ഒരു ട്രാവലിങ്ങിൻ്റെ ഘട്ടത്തിൽ നമുക്കൊപ്പം കുറച്ച് സമയം ചിലവഴിക്കുകയാണ്. ഒരുപാട് സന്തോഷം ഷിഫാന, അഭിനന്ദനങ്ങൾ ഒരിക്കൽ കൂടി അറിയിക്കുകയാണ്. അപ്പോൾ പറഞ്ഞതുപോലെ ആഗ്രഹങ്ങളൊക്കെ നടക്കട്ടെ, വലിയൊരു രാഷ്ട്രീയ പ്രവർത്തകയായി വീണ്ടും നമുക്കൊക്കെ സംസാരിക്കാനുള്ള ഒരു അവസരം കൂടി ഉണ്ടാകട്ടെ. നല്ലൊരു ദിവസം കൂടി ആശംസിക്കുന്നു ഷിഫാന. ഷുവറായിട്ട്.